മിസ്രൈമ്യരെ ദണ്ഡിപ്പിക്കുകയിൽ മിസ്രൈമിൽ ഇരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹ യാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. യഹൂദ കലണ്ടർ പ്രകാരം 7-ാമത്തെ മാസമാണ് നിസാൻ മാസം, അല്ലെങ്കിൽ മിസ്രൈമ്യ കലണ്ടറിലെ ആബി മാസം. എന്നാൽ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നവർക്ക് ഈ മാസം നിങ്ങൾക്ക് 1-ാം മാസമായി എണ്ണി തുടങ്ങണം. പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഇനിയും മിസ്രൈമിന്റെ ആചാരത്തെ തുടരേണ്ടവരല്ല, ഒരു പുതുക്കം ആവശ്യമാണ്. പെസഹ ഭക്ഷിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 3 ഗൗരവമായ നിർദ്ദേശം ദൈവം അവിടെ നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, പരിച്ഛേദന ഏറ്റിട്ടില്ലാത്ത ഒരുത്തനും അത് തിന്നരുത്. 49-ാമത്തെ വാക്യം. പുതിയ നിയമത്തിലെ പരിച്ഛേദന ആന്തരികമാണ്, ആത്മീയമാണ്. അത് ലഭിക്കുന്നത് കൈകൊണ്ടല്ല, പിന്നെയോ വചനമാകുന്ന ആത്മാവിന്റെ വാളിനാലാണ്. അങ്ങനെയുള്ള പരിച്ഛേദനയേറ്റവർ സ്വയത്തിൽ പ്രശംസിക്കാതെ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവരും പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്നവരുമാണ് എന്ന് റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്, പുളിപ്പില്ലായ്മയോട് നാം ഇത് ഭക്ഷിക്കണം. 20-ാമത്തെ വാക്യം. ഇസ്രായേൽ ഭവനങ്ങളിൽ ഒന്നും അല്പം പോലും പുളിപ്പ് ഉണ്ടായിരിക്കുവാൻ പാടില്ല. അഥവാ ആരെങ്കിലും പുളിപ്പ് ഭക്ഷിച്ചാൽ അവന് മരണശിക്ഷ അനുഭവിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. അതിന്റെ 19-ാമത്തെ വാക്യം. എന്നാൽ ജീവിതത്തിലെ തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് നീക്കിക്കളഞ്ഞിട്ട് നിർമ്മലതയോട് ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം പുതിയ നിയമത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അസാരം പുളിമാവ് ഭിന്നത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട്, ഒരുക്കത്തോടും ഉത്സാഹത്തോടും കൂടെ നാം ഭക്ഷിക്കണം. 11-ാമത്തെ വാക്യം. അരകെട്ടിയും വടി പിടിച്ചും കാലിന് ചെരുപ്പിട്ടും തിടുക്കത്തോടെ വേണമായിരുന്നു ഇസ്രായേലിയർ പെസഹ ഭക്ഷിപ്പാൻ. കാരണം അല്പം കഴിയുമ്പോൾ അവർ മിസ്രൈം വിട്ടുപോകണമായിരുന്നു. ഇസ്രായേലിയർ മിസ്രൈം വിട്ടുപോയതുപോലെ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്ന മിസ്രൈമിന്റെ ആചാരത്തിൽ തുടരേണ്ടതല്ല, നമുക്കൊരു പുതുക്കം ആവശ്യമാണ്. ഈ ലോകം വിട്ട് സ്വർഗീയ കനാലിലേക്ക് പോകുവാൻ നാം തയ്യാറെടുക്കേണ്ടവരാണ്. നാം ഉദാസീനതയോട് അല്ല, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുന്നവരായി തീരാം, ആരാധിക്കുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഉത്സാഹത്തോടെയും ആത്മാവിൽ എരിവുള്ളവരുമായി അങ്ങയെ സേവിച്ച് അങ്ങയ്ക്ക് പ്രസാദകരമായ ജീവൻ നയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ടുപോയതുപോലെ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്ന ഞങ്ങൾ സ്വർഗീയ കനാലിലേക്ക് ഈ ലോകം വിട്ട് യാത്ര ചെയ്യേണ്ടവരാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരെയും അതിനായിട്ട് ഒരുക്കിയാട്ടെ കർത്താവേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ഞങ്ങൾ കൃപ തന്നാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.